ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങൾ ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് ഒരു 3 o'clock ആയപ്പോഴത്തേക്കും എത്തി. അപ്പോൾ ഞാൻ നേരെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ടാണ് വന്നത്, ദീപുവിൻ്റെ വീട്ടിലോട്ടാണ് വന്നത്. അപ്പോൾ ഇനി എനിക്ക് 11 മണിക്കാണ് അവിടെ ഫങ്ഷൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി റെഡിയായി, ഞാൻ പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഓരോ ആൾക്കാരെ കല്യാണം കഴിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് എൻഗേജ്മെൻറ്റ്, മെയിലാട്ടോ മാരേജ്. അപ്പോൾ നമുക്ക് മാരേജിന് പോകാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയത്തില്ലാത്തത് കൊണ്ട് ഞാൻ എന്താണെന്ന് വെച്ചു, എറണാകുളത്തുണ്ടല്ലോ അപ്പോൾ എൻഗേജ്മെൻറ്റിന് പോകാമെന്ന് വെച്ചു. അപ്പോൾ പോയിട്ട് ഞാൻ 8:30 ഒരുങ്ങിയിരുന്നിട്ട് ഊബർ ബുക്ക് ചെയ്തതാണ്. ഈ ചേട്ടനല്ല, ഊബർ ചേട്ടൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ വണ്ടി റിജക്റ്റായി. പിന്നെ വന്നത് ഈ ചേട്ടൻ വന്ന് പോയതൊക്കെ ഒരു 10 മണി മേലെ ആയിട്ടുണ്ട്. എൻ്റെ പൊന്നി, ഇന്ന് എൻ്റെ കണ്ടകശനി കൊണ്ടാണോ അതോ ആ ചേട്ടൻ്റെ കണ്ടകശനി കൊണ്ടാണോ എന്ന് മൊത്തം പണിയായിരുന്നു. വണ്ടി സ്റ്റാർട്ടാവുന്നുണ്ടായിരുന്നില്ല. പെട്രോൾ അടിച്ചിട്ട് വണ്ടി ഓഫായി പോയിട്ട് നിന്നിട്ട് പിന്നെ 1 മണിക്കൂറത്തോളം അവിടെ പോസ്റ്റ് അടിച്ചു. പിന്നെ നമ്മൾ അങ്ങനെ ദേഷ്യപ്പെട്ട് അങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ അങ്ങ് പോയി. അങ്ങനെ ഞങ്ങൾ ഓൾറെഡി പള്ളിയിലെത്തി. ഞാൻ ഭയങ്കര ലേറ്റായിട്ടാണ് വന്നത്. ഇവർ വീട്ടിൽ പോയി, ഇവൾ വീട്ടിൽ പോയി. ഞാൻ കുർബാനയില്ല കേട്ടോ, നമ്മുടെ രീതി പോലെ അല്ലല്ലോ ഇവരുടെ. കുർബാനയൊന്നുമില്ല. പള്ളിയിൽ അവർ രണ്ടുപേരും കയറി എന്തൊക്കെയൊക്കെ കുശുകുശുക്കുന്നുണ്ട്. ഞങ്ങൾ പുറകിലിരുന്ന് കമൻ്റ് അടിക്കുന്നുണ്ട് ഗൈസ്. ഇതെൻ്റെ ഫ്രണ്ട് അനീന. ഒരു ബെഞ്ചിൽ പറയട്ടെ, ഒരു ബെഞ്ചിൽ ഒരു പാത്രത്തിൽ നിന്ന് വളർന്നു കയറി വന്നതാണ്. ഞങ്ങളുടെ വിളിച്ചു, ഞങ്ങൾ ഒരു റൂമിൽ ഞങ്ങൾ അടിച്ചു പിരിഞ്ഞിട്ട് പിന്നെ യോജിച്ചു എന്ന ആൾക്കാരാട്ടോ ഇവിടെ. ഞങ്ങൾ 11 പേരാണ്. നമുക്ക് ആർക്കും വരാൻ പറ്റിയില്ല. അതിലൊരെണ്ണത്തിനെ മാത്രമേ കിട്ടിയുള്ളൂ. അതാണ് ഞാൻ. സഹോദരി സഹോദരന്മാരെ, ഒരു പുതിയ കുടുംബത്തിന് രൂപം നൽകാൻ പോകുന്ന ക്രൈസ്തവ യുവമാക്കൾ അതിനായി